വാശിയേറിയ പ്രചാരണങ്ങൾക്കൊടുവിൽ ബീഹാർ ഇന്ന് പോളിംഗ് ബൂത്തിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് 121 മണ്ഡലങ്ങളിൽ. ജനവിധി തേടുന്നവരിൽ തേജസ്വി അടക്കം പ്രമുഖർ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോളിംഗ് ബൂത്തിൽ കനത്ത സുരക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക് വ്യാപിപ്പിക്കാൻ SIT 2018 മുതൽ 2025 വരെയുള്ള മുഴുവൻ ഇടപാടുകളിലും അന്വേഷണം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യും. അങ്കമാലി കറുകുറ്റിയിൽ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ അമ്മുമ്മയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. അറസ്റ്റ് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി വീട്ടിൽ നിന്നും കണ്ടെടുത്തു. കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ വിമത പ്രതിസന്ധി. പല സീറ്റുകളിലും അവകാശവാദവുമായി നേതാക്കൾ. സീറ്റില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഭീഷണി. വിമതസ്വരം ഉയർത്തുന്നവരെ ലക്ഷ്യമിട്ട് CPIM-ഉം BJP-യും. കോഴിക്കോട് കോർപ്പറേഷനിലേക്കുള്ള UDF സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കും. 50 സീറ്റിൽ കോൺഗ്രസും 24 സീറ്റിൽ ലീഗും മത്സരിക്കുന്നതിന് ധാരണ. CMP 1 സീറ്റിൽ മത്സരിക്കും. അധികമായി 1 സീറ്റ് കൂടി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വേഗത്തിലാക്കാൻ അസാധാരണ നീക്കവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാത്രിയിലും വിവരശേഖരണം നടത്തും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ രാത്രിയും ഗൃഹസന്ദർശനം നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. ഫിലിപ്പീൻസിൽ കൽമേഗി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 80 കടന്നു. കാണാതായവർക്കായി തെരച്ചിൽ. 2 ലക്ഷത്തിലധികം പേരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ദക്ഷിണ ചൈന കടലിലേക്ക് നീങ്ങുന്ന കൽമേഗി നാളെ വിയറ്റ്നാം തീരം തൊടും. ദക്ഷിണ ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. വിവിധയിടങ്ങളിൽ കനത്ത വ്യോമാക്രമണം. ഒരു ഇസ്രയേൽ ബന്ദിയുടെ മൃതദേഹം കൂടി കൈമാറി ഹമാസ്. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ സെമി ഫൈനൽ ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ന് മുംബൈ സിറ്റിക്കെതിരെ നിർണായക പോരാട്ടം. സമനില നേടിയാലും ബ്ലാസ്റ്റേഴ്സ് അവസാന 4-ൽ. മത്സരം വൈകിട്ട് 7:30 ഗോവ ഫറ്റോദയിൽ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പരയിൽ മുന്നിലെത്താൻ ഇന്ത്യ. 4ാം മത്സരം ഇന്ന് ക്വീൻസ്ലാൻഡിൽ. ജയിച്ച ടീമിൽ മാറ്റത്തിന് സാധ്യത കുറവ്. സഞ്ജു കളിക്കുമോ എന്ന കാര്യം സംശയം. മത്സരം ഉച്ചയ്ക്ക് 1:45 മുതൽ. ചെസ് ലോകകപ്പിൽ ലോക ചാമ്പ്യൻ D. ഗുകേഷും അർജുനും 3ാം റൗണ്ടിൽ. പ്രജ്ഞാനന്ദയ്ക്ക് വീണ്ടും സമനില കുരുക്ക്. ഇന്ത്യയുടെ വിദ്യുതിനെ സമനിലയിൽ തളച്ച അർജന്റീനയുടെ 12 വയസ്സുകാരൻ ഗ്രാൻഡ് മാസ്റ്റർ ഫൗസ്റ്റിനോ. ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ തകർത്ത് മാഞ്ചസ്റ്റർ സിറ്റി. ജയം 1-4 ഗോളുകൾക്ക്. ബാഴ്സലോണയ്ക്കും ചെൽസിക്കും സമനില. ജയം തുടർന്ന് ഇന്റർ മിലാൻ.